അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സഹോദരങ്ങളെ, ഈയിടെ വഫാത്തായ അബു അരീക്കോട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണകാരണം വ്യക്തമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തതാണെന്നും അദ്ദേഹത്തിനെ വളരെ മോശമാക്കിക്കൊണ്ടും അദ്ദേഹം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. ചില പണ്ഡിത വേഷധാരികൾ ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അദ്ദേഹം എന്തിന്, എങ്ങനെ, എപ്പോൾ മരിച്ചു എന്നൊന്നും അറിയാത്ത നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ മറച്ചു വെക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതെങ്കിൽ, ഇതൊക്കെ പൊതുജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആലിം വേഷധാരി കെട്ടിയ ഒരു വ്യക്തി, മുബാറക്ക് എന്ന് പേരുള്ള ഒരു വ്യക്തി ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പരസ്യപ്പെടുത്തിയത് ആരോടോ ഉള്ള ദേഷ്യം ഇവിടെ തീർക്കുന്നത് അതിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നു. എന്നാലൊരു കാര്യം ഓർക്കണം, ഈ മരണപ്പെട്ട അബുവിൻ്റെ കുടുംബം അവർ വളരെ ദുഃഖത്തിലും വിഷമത്തിലും നിൽക്കുന്ന ഈ സമയത്ത് അത് തന്നെ ലോക്കൽ കുടുംബമല്ല, അല്ല പണ്ഡിത കുടുംബത്തിൽ, സർവരാരും അംഗീകരിക്കുന്ന പണ്ഡിത കുടുംബത്തിൽപ്പെട്ട ആ കുടുംബത്തിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയതായ ഇത്തരം പണ്ഡിത വേഷധാരികളെങ്കിലും ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അതിൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കാൻ മനക്കെടുന്നതിന് പകരം ആ കുടുംബത്തിനെ ക്രൂശിക്കുവാനും അതിനു വേണ്ടിയിട്ടും ഇവിടെ തയ്യാറായിരുന്നുവെങ്കിൽ, ഇത് നിങ്ങളെ കുടുംബത്തിലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ ഇങ്ങനെ മോശപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളെ മക്കളെയാണ് മോശപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങളെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നെങ്കിലും ചിന്തിക്കാൻ ഇവർക്ക് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ, ഈ എന്ത് കിട്ടിയാലും ആഘോഷമാക്കി ജനങ്ങളിടയിൽ സ്ഥാനം കിട്ടും, ജനങ്ങൾ നമ്മളെ പൊളിച്ചിമ കയറ്റിയിട്ട് നമ്മൾ മേപ്പെട്ട് കയറും എന്ന് വിചാരിക്കുന്ന വേഷധാരികളാണെങ്കിൽ, ഇവരൊക്കെ ഇൽമിൻ്റെ ആയം എത്രമാത്രം ഉണ്ട് എന്ന് പണ്ഡിതനല്ലാത്ത എനിക്ക് പോലും മനസ്സിലാകും. ഒരു വ്യക്തിയെ ഒരാൾ വ്യക്തിഹത്യ നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വ്യക്തിഹത്യ നടത്തിയാൽ അത് അവൻ്റെ ആയുസ്സിനെ വരെ ബാധിക്കുമെന്നാണ് ഞാനൊക്കെ പഠിച്ചത്. ഈ കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ആയുസ് നീളുമെന്നും കുടുംബബന്ധം മുറിക്കുന്നവർക്ക് ആയുസ് കുറയുമെന്നും റസൂലുള്ളാഹിൻ്റെ ഈ തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ഒരു രണ്ടാളുകളുടെ ഇടയിൽ പിണക്കുന്നത് എന്നതുപോലെ തന്നെ അന്യൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നത്, അവനവൻ വളരെ ശുദ്ധനാണെങ്കിൽ പോലും അത് പാടില്ലാത്ത ഒന്നാണ്. അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പം കാര്യകാരണങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ട് ആ കുടുംബത്തിനെ ക്രൂശിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളെന്ത് ചെയ്യണം, ഇത്തരം വിഷയങ്ങളിൽ മൗനികളാകാതെ അത്തരം ആൾക്കാർക്കെതിരെ പ്രതികരിക്കണം എന്നുകൂടി